ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സോയാ ബോൾ പെരട്ടുണ്ടാക്കിയാലോ. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയാ ബോളിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതെന്ന്. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത്, അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസിൽ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ല പഴുത്തതില്ലായിരുന്നു, അത്യാവശ്യം ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഴുത്ത തക്കാളി തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതാ പാൻ ചൂടായി, അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് സോയാ ബോൾ കൊണ്ട് എന്തുണ്ടാക്കിയാലും അവർ നന്നായിട്ട് കഴിച്ചോളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിൽ സോയാ ബോൾ നമുക്ക് ഫ്രൈ ചെയ്തും അല്ലാതെയൊക്കെ ആയിട്ട് കൊടുക്കാം, കറി രൂപത്തിലും കൊടുക്കാം. കറിയായിട്ട് നമുക്ക് ചില ചാറുകൂട്ടിയും വെക്കാം. ഇപ്പം ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത് ഉലർത്ത ഇല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിത് ഈ ഒരു റെസിപ്പിയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയുടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സോയാ ബോൾ കുട്ടികൾക്ക് വളരെ ഉത്തമമായ ഒരു ഫുഡ് ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ സോയാ ബോൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും വളരെ ഉത്തമമായ ഒരു ആഹാരമാണ്. അതേപോലെ തന്നെ ഇതിനകത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ ഒരു വലിയ കലവറ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഈ ഒരു സോയാ ബോൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അത് വേണ്ടിയ അളവിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഈ തക്കാളി സവാളയൊക്കെ ഒന്ന് വേകാൻ ആവശ്യമായ വെള്ളം മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ബോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സോയാ ബോൾ കട്ട് ചെയ്ത് വെച്ചിട്ട്, വലിയ സോയാ ബോൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ സോയാ ബോളാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ വലുതായതുകൊണ്ട് തന്നെ മസാലയെല്ലാം പിടിക്കണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിടുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മസാലയെല്ലാം അതേ പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വിട്ട് കിട്ടുന്നത് പോലെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.